അപ്പോൾ ഇന്നത്തെ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ജിയോ 2025 ഒരു പുതിയ റീചാർജ് പ്ലാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡിസംബർ 11-ൻ്റെയും ജനുവരി 11-ൻ്റെയും ഇടയിൽ ഈ ഒരു റീചാർജ് പ്ലാൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിൽ അൺലിമിറ്റഡ് കോളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ അൺലിമിറ്റഡ് 5G സപ്പോർട്ടും വരുന്നുണ്ട്. 4G ആണെന്നുണ്ടെങ്കിൽ 2.5 GB പെർ ഡേ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വാലിഡിറ്റി വരുന്നത് 200 ദിവസമാണ്. സാംസങ്ങിൻ്റെ Z Flip FE അതുപോലെ തന്നെ Z Flip 7 എന്നീ ഫോണുകളിൽ എക്സിനോസിൻ്റെ 2500 എന്നുള്ള പ്രോസസ്സറായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം ഇത് സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് സീരീസിൽ വരുന്ന ഫോണുകളാണ്. അപ്പം അതിൽ എക്സിനോസിൻ്റെ പ്രോസസ്സർ വന്നേക്കാം. പിന്നെ വൺ പ്ലസിൻ്റെ Ace 5ൻ്റെ സ്പെസിഫിക്കേഷൻ ഇപ്പോൾ ലീക്കായിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന BOEയുടെ 80 OLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പിന്നെ 6415 mAh ബാറ്ററി ആയിരിക്കും വരിക. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരും. മെറ്റൽ മിഡിൽ ഫ്രെയിം ആയിരിക്കും ഇതിൽ വരിക. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഷീൽഡ് ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നതായിരിക്കും. പിന്നെ 3 സ്റ്റേജ് അലേർട്ട് സ്ലൈഡർ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറായിരിക്കും വരിക. 50+8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ OLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ആപ്പിളിൻ്റെ മാക്ബുക്ക് പ്രോ 2026 ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ മാക്ബുക്ക് എയർ 2027 ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിലും OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ലാവയുടെ O3 Pro എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ ടീസർ ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. 6.56 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പഞ്ചോൾ ഡിസൈൻ വരും. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. യൂണി SoC T606 എന്ന ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററി ആയിരിക്കും വരിക. ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ടാവില്ല. 4 GB റാം വരെയും 128 GB ഇൻറ്റേർണൽ വരെയും ഇതിൽ വരുന്നതായിരിക്കും. വില വരിക 6999 രൂപയായിരിക്കും. പിന്നെ വിവോയുടെ Y300 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഡിസംബർ 16 ഈ സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ 6500 mAh ബാറ്ററി വരും. പിന്നെ നല്ല സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. തിക്നെസ് വരിക 7.79 mm ആയിരിക്കും. പിന്നെ യൂട്യൂബിൽ AI ബേസ് ചെയ്തിട്ടുള്ള ഓട്ടോ ഡബ്ബിംഗ് എന്നുള്ള ഫീച്ചർ നോളജ് ബേസ് ചെയ്തിട്ടുള്ള ചാനൽസിലോട്ടും കൂടി എത്തിയിരിക്കുകയാണ്. ഇപ്പം ഇത് സംഭവം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഭാഷകളിലോട്ടും കൂടി ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ചില ഇംഗ്ലീഷ് വീഡിയോസൊക്കെ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഹോണർ GTയുടെ ലൈവ് ഇമേജസും കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഡിസംബർ 16 ഈ സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോണിൽ 6.7 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന LTPS OLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 3840 Hz PWM ടിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരും. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വരും. 50+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 5300 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇത് വരുന്നതായിരിക്കും. പിന്നെ iOS 18.2 അതുപോലെ തന്നെ iPadOS 18.2 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആപ്പിൾ ഫോൺസിലും അതുപോലെ തന്നെ ഐപാഡ്സിലും ഒക്കെ എത്തിയിരിക്കുകയാണ്. പിന്നെ അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ OnePlus 11 OxygenOS 15 സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ MediaTekൻ്റെ Dimensity 8400 എന്നുള്ള ഒരു പ്രോസസ്സർ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ഒരു പ്രോസസ്സറിൽ 3.25 GHz ക്ലോക്ക് ചെയ്യുന്ന Cortex A725ൻ്റെ ഒരു പെർഫോമൻസ് സ്കോർ വരുന്നതായിരിക്കും. പിന്നെ 3 GHz ക്ലോക്ക് ചെയ്യുന്ന Cortex A725ൻ്റെ 3 കോറുകളും അതുപോലെ തന്നെ 2.1 GHz ക്ലോക്ക് ചെയ്യുന്ന Cortex A725ൻ്റെ 4 എഫിഷ്യൻസി കോറുകളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ ഇതിൽ Immortalis G720 MC7 എന്നുള്ള GPU ആയിരിക്കും വരിക. മിക്കവാറും Redmi Turbo 4 എന്ന സ്മാർട്ട് ഫോണിലായിരിക്കും ആദ്യം ഈ ഒരു പ്രോസസ്സർ വരിക. പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ട്രയൽ റീൽസ് എന്നുള്ള ഫീച്ചർ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു റീലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഫോളോവേഴ്സ് അല്ലാത്തവരിലോട്ടായിരിക്കും ഈ ഒരു റീലും കാര്യങ്ങളൊക്കെ എത്തുക. അപ്പം നമുക്കങ്ങനെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ക്യാൻസൽ ചെയ്താൽ ഇപ്പം നമുക്ക് എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും പൊതുവേ വരാറില്ല. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ക്യാൻസൽ ചെയ്യുമ്പോൾ 20 രൂപ എക്സ്ട്രാ ചാർജ് പിടിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു റൂൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം പലരും ഓർഡർ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അത് കമ്പനിക്ക് വലിയൊരു നഷ്ടം തന്നെ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ Redmi 14 4G അതുപോലെ തന്നെ Poco M7 4G എന്നീ ഫോണുകൾ EEC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഐടെലിൻ്റെ A80 എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ജനുവരി 2025 ലോഞ്ച് ചെയ്തേക്കാം.
അപ്പം ഇതിൻ്റെ ഒരു ടീസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം പുഷ്പ സിനിമയുമായിട്ടൊക്കെ അവർ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന LCD ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററി വരും. IP54 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗൂഗിൾ പിക്സൽ 9 എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ ഏകദേശം ഫുൾ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട്. അപ്പം ഇതിൽ 6.285 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യും. ഗൂഗിൾ ടെൻസർ G4 ചിപ്പായിരിക്കും ഇതിൽ വരിക. 5G സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ 8GB റാം ആയിരിക്കും വരിക. LPDDR5Xൻ്റെ റാം ഇതിൽ വരും. പിന്നെ 128GB ഇൻറ്റേർണൽ വെർഷനും 256GB ഇൻറ്റേർണൽ വെർഷനും വരുന്നതായിരിക്കും. ഇതിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ആയിരിക്കും വരിക. പിന്നെ 48+ 13 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 13 MP സെൽഫി ക്യാമറയും വരും. 5100 mAh ബാറ്ററിയും 23 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 7.5 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ വിവോയുടെ ഒരു പുതിയൊരു സബ് ബ്രാൻഡ് വരാൻ പോകുന്നു. ജോവി എന്ന പേരിലായിരിക്കും ഈ ഒരു സബ് ബ്രാൻഡ് വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പം GSM അസോസിയേഷനിലൊക്കെയാണ് ഇതിൻ്റെ ചില ഫോണുകളൊക്കെ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ജോവി V50 ലൈറ്റ്, അതുപോലെ തന്നെ ജോവി Y13 and 5G എന്നീ ഫോണുകളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പുതിയൊരു സബ് ബ്രാൻഡും കൂടി വന്നേക്കാം. ഇപ്പം ഇന്ത്യയിൽ വിവോയുടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സബ് ബ്രാൻഡാണ് ഐക്യു. ഇപ്പം സെപ്പറേറ്റ് ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതുപോലെ പുതിയൊരു സബ് ബ്രാൻഡും കൂടി വരുന്നുണ്ട്. ചിലപ്പം ഇവരും സെപ്പറേറ്റ് ഒരു ബ്രാൻഡായിട്ട് ഭാവിയിൽ മാറിയേക്കാം. എന്തായാലും പുതിയൊരു സബ് ബ്രാൻഡും കൂടി വരുന്നുണ്ട്. പിന്നെ റിയൽമിയുടെ റിയൽമി Neo 7 എന്നുള്ള സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 9300+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 7000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വില വരുന്നത് 2999 യുവാനാണ്, അതായത് 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ. അപ്പം ഈ ഒരു പ്രൈസിങ്ങും ഫീച്ചേഴ്സൊക്കെ വളരെ മികച്ച ഫീച്ചേഴ്സും പ്രൈസിങ്ങും ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ റിയൽമിയുടെ 14X 5G എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഡിസംബർ 18 ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. അപ്പം ഇതിൽ IP69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം 15,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ഫോണിലൊക്കെ IP69 റേറ്റിംഗ് വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും. പക്ഷേ 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വന്നോളണം എന്നില്ല. അപ്പം അതൊരു ഡൗൺ ഗ്രേഡ് ആയിരിക്കും. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക. 6000 mAh ബാറ്ററി വരും. ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലും വന്നേക്കാം. 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. പിന്നെ പോക്കോയുടെ പോക്കോ X7 Neo എന്നുള്ള സ്മാർട്ട് ഫോൺ ഗീക്ബെൻ സൈറ്റിൽ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ കോറിൽ 943 പോയിൻറ്റും മൾട്ടി കോറിൽ 2247 പോയിൻറ്റുമാണ് ഈ ഫോണിൽ ലഭിച്ചിരിക്കുന്നത്. MediaTek Dimensity 7025 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 6GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പൊതുവേ പോക്കോ റെഡ്മിയുടെ ഫോണുകൾ എടുത്ത് റീബ്രാൻഡ് ചെയ്യൽ. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ Redmi Note 14 എന്നുള്ള സ്മാർട്ട് ഫോണിൽ ഇതേ സെയിം പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് ചിലപ്പം ആ ഒരു ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷനൊക്കെ ആയേക്കാം. ഇൻഫോർമേഷൻസ് ഒന്നുമില്ല. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസിൽ നോക്കാനുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.